എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ഫുൾ കേൾക്കണം. കാരണം പണിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയും പണി ഉണ്ടായിട്ട് ലാസ്റ്റ് കൂലി ഒക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയും ഞാൻ എൻ്റെ മരണം വരെ ഞാൻ പോരാടും. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മലയാളി പണിക്കാരെ ആർക്കും പറ്റൂല. കാരണം ചില ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് മലയാളി പണിക്കാർ ഫുള്ള് മടിയന്മാരാണ്. അവർക്ക് പണി കൊടുത്താൽ 2 ദിവസം പണിയെടുത്ത് പിന്നെ 4 ദിവസം ഒരു ലീവാക്കുന്നില്ല ഒരു ധാരണ ചില ആൾക്കാർ ഇത് പറഞ്ഞാട് പരത്തിക്കുകയാണ്. ശരിയാണ്, മടിയില്ല ആൾക്കാരുണ്ട്. മടിയില്ല ആൾക്കാരില്ലയെന്ന് ഞാൻ പറയില്ല. അത് മലയാളീസിലുണ്ട്. ഇനി അത് ബംഗാളി ആയാലും ആസാമി ആയാലും തമിഴനായാലും തെലുങ്കുകാരനായാലും ഇനി അത് കർണാടകക്കാരനായാലും ഇനി ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യന്മാരായാലും മടിയില്ല ആൾക്കാരുണ്ട്. അത് മലയാളി മാത്രമൊന്നുമല്ല. നമ്മുടെ മലയാളിയാക്കണ ഗൾഫ് പോയാൽ 16 മണിക്കൂർ 17 മണിക്കൂറാക്കണ പണിയെടുക്കണില്ലേ. പിന്നെ അവനാൻ്റെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ വല്ല അയലോക്കത്ത് കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ വല്ല കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ മരിപ്പുണ്ടാവും. അപ്പോൾ അതിന് ലീവാക്കൂലേ. ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞാൽ ഇവിടെ പോലും പണിക്ക് വന്നാൽ അവരുടെ നാട്ടിൽ കല്യാണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ അവർ ഇവിടെ പണിയെടുക്കും. നമ്മൾ ഗൾഫിൽ പോയാലും തന്നെ നമ്മുടെ നാട്ടിൽ ഇനി മരണമായാലും കല്യാണം ആയാലും എന്തായാലും നമ്മൾ ഗൾഫിൽ പണിയെടുക്കൂലേ. പിന്നെ മടിയിലെ ആൾക്കാരുണ്ട് കേട്ടോ. മടിയിലെ ആൾക്കാരില്ലാന്ന് ഞാൻ പറയില്ല. മടിയിലെ മലയാളീസ് ഉണ്ട്. ഞാൻ അവരുടെ കാര്യമില്ല ഞാൻ ഈ പറയുന്നത്. മടിയില്ലാത്ത മലയാളീസ് ഉണ്ട്. അത് കെട്ടിട നിർമ്മാണ മേഖലയിലായാലും അത് ഹോട്ടൽ പണിയായാലും ഏത് മേഖലയിലായാലും ഇനി ടേപ്പിങ്ങിൻ്റെ മേഖലയിലായാലും മടിയില്ലാത്ത പണിക്കാരുണ്ട്. ഇനി അത് ലോഡിങ്ങിൻ്റെ പണി ആയാലും. ഇപ്പം നാളെ ഒരു മരക്കച്ചവടം ചെയ്യണ ഒരാളിനോട് പറഞ്ഞു, ഇനി ഞാൻ ബംഗാളികളെയാണ് ഇനി ഞാൻ മരം മുറിച്ചാനും അതേമാതിരി ലോഡിങ്ങിനും ഞാൻ ഇനി കൊണ്ടുവരുന്നത് പറഞ്ഞു. അയാൾ തമാശയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ചിരിച്ചാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാക്കാന്ന് ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് നമ്മുടെ മലയാളീസിന് കണ്ടമാനം പൈസ കൊടുക്കണം വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് വെച്ചാൽ ലേശം പൈസ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ആരാണ് കുറച്ച് പണിയെടുക്കണത് ഓരോട് പറ്റുക. എന്നിട്ട് ചില ആൾക്കാർ ഈ കുറച്ച് പണിയെടുക്കണേ അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചുകാണ്ട് പണിയെടുപ്പിച്ചുകാണ്ട് അയിമന്ന് വേർപ്പ് പറ്റണേ വെച്ചാൽ സ്വയം ശരീരം വേർക്കാതെ അന്യസംസ്ഥാന തൊഴിലാളികളെ വേർപ്പ് പൈസ മേടിച്ചുകാണ്ട് ജീവിക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ഉടായ്പ് ഏജന്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഈ പറഞ്ഞ് നടത്തുന്നത് പറയുന്നത് ഫുള്ള് മലയാളി പണിക്കാർ മടിയന്മാരാണ്. കാരണം മലയാളീസിനായാലും അന്യസംസ്ഥാന തൊഴിലാളിക്കായാലും ആർക്കായാലും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് പണിയെടുത്താലുള്ളൂ ഈ കുടുംബം നോക്കാൻ പറ്റുകയെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഇനി ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ പണിയിൽ കൂടുതലും തേപ്പിൻ്റെ വർക്കാകാരം. അപ്പോൾ ഈ തേപ്പിൻ്റെ വർക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ചെറിയ റേറ്റിന് ആണ് എടുക്കുന്നത്. ഒരു ദിവസം ഞാൻ രാത്രി ആയിട്ട് 7 മണിക്ക് രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 8 മണി 9 മണി ടൈമിൽ അവർ പണിയാരി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ ലേറ്റായി പണിയെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ ബംഗാളിയായി എന്നോട് പറഞ്ഞത് കാക്ക അത് ഞങ്ങൾക്ക് പണിക്കൂലി ഒക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ നേരം പൊക്കി പണിയെടുക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്കും തന്നെ കൂലി ഒത്തിട്ടല്ല, പക്ഷേ ഓല് തന്നെ രാത്രി 8 മണി 9 മണി വരെ പണിയെടുത്തുകൊണ്ട് അവർ കൂലി ഒപ്പിച്ചാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനത്തെ വേർപ്പൊക്കെ നമ്മൾ അവർക്ക് കിട്ടേണ്ട പൈസ കൊടുക്കാതെ അങ്ങനത്തെ വേർപ്പ് നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ അത് നാളെ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ, ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അത് മലയാളിയെന്നില്ല അന്യസംസ്ഥാന തൊഴിലാളിയെന്നില്ല ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തെ തൊഴിലാളി കാണിച്ചാലും ഒരു പണിക്കാരനെ ഒരു തൊഴിലാളിനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒരു പണി എടുക്കാനൊരു ടൈമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ 8 മണിക്ക് പണിക്കിറങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള ടൈം അല്ലേ. അപ്പോൾ അങ്ങനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ആ നാട്ടിലൊരു കൂലി ഉണ്ടാവും. ആ കൂലി ആ പണി കഴിഞ്ഞിട്ട് വേർപ്പ് വറ്റണ മുന്നേ കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അങ്ങനത്തെ ആ വേർപ്പിൻ്റെ പൈസ നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് തേപ്പ് എന്ന് വെച്ചാൽ ചെറിയ റേറ്റിനാക്കാരം എടുക്കുക. അത് എടുക്കാൻ കാരണം പറഞ്ഞാൽ അവർക്ക് വേറെ പണി ഉണ്ടാവില്ല. അപ്പോൾ അവർ ഗതി കെട്ടിട്ട് ഇനി മലയാളി ആയാലും ബംഗാളി ആയാലും ഗതി കെട്ടിട്ടാണ് അവർ ചെറിയ റേറ്റിന് വന്നാണ് പണി എടുക്കുന്നത്. എന്നിട്ട് അവർക്ക് ആ കൂലി ഒത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഒരു 4-5 പണിക്കൂലി അവർക്ക് ഒത്തിട്ടില്ലെങ്കിൽ ആ വേർപ്പിന് പൈസ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചതുകൊണ്ട് സമാധാനം നമ്മൾ പറയേണ്ടി വരും. ഓക്കെ അല്ലേ.